ആ കിഴങ്ങനിത് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല. വീട്ടിൽ തനി പൊന്നിരിക്കുമ്പോ വേറെ പോണോ? വേസ്റ്റ് ഫെലോ. എന്താ ഇവിടെ ഈ സമയത്ത്? അല്ല തുളസി, നിനക്ക് ആവശ്യം വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. പാതിരാത്രിക്ക് എനിക്കെന്താ ആവശ്യം വരാനാ? അത് പിന്നെ രാത്രിയിലാണ് ആവശ്യം വരാന്ന് അറിയില്ലേ? സ്ത്രീകൾക്ക് ഓരോ സമയത്താ ഓരോ ആവശ്യം വരിക. ഈ സമയത്ത് നിനക്കെന്താ ആവശ്യമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഞാൻ പറയണോ അതോ നീ പറയണോ? നീ തന്നെ പറ തുളസി. എന്റെ റൂമിൽ വന്നിട്ട് പിച്ചുമേ പറയരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ സഹായിക്കാനല്ലേ വന്നേ. നിനക്ക് എന്നോട് തുറന്നു പറയാൻ കുറച്ച് നാണമൊക്കെ കാണും. കാരണം നിന്നെ തുളസീന്നല്ലേ വിളിക്കുന്നത്. മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. കൂൾ. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഓടി വരാം. ആ തുളസി, ബൈ ബൈ. ആ രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ എന്താണ് തിന്നാനെന്ന്? എന്തായാലും തിന്നാൻ തരുമല്ലോ. എനിക്കൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അറിയാവോ? ഓക്കെ, മനസ്സിലായി. ഇത് ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. നിന്റെ ഭർത്താവ് എവിടെയാ പോയിരിക്കുന്നു അറിയാവോ? എനിക്കറിയാം എവിടെയാണെന്ന്. ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുക. ഹലോ, ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയത് ഡൽഹിയിലല്ല. നൈറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ലവറുമായി ഹണിമൂണിന് പോയിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. നീ വായ തുറന്നാൽ നുണയെ പറയുള്ളൂന്നറിയാം. എന്നെ വശീകരിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളും പറഞ്ഞ് അടുത്ത് കൂടുകയാണ് നീ. ഓ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഞാൻ പറയുന്നത് നേരാണ് തുളസി. ഓക്കെ ഓക്കെ, നീ വിശ്വസിക്കണ്ട. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം കണ്ട് ബോധ്യപ്പെട്, അത് കഴിഞ്ഞ് വിശ്വസിച്ചാൽ മതി. ഓക്കെ തുളസി, നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട്. അതിനായി കോളർ ഐ ഡി. ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോളർ ഐ ഡിയിൽ നമ്പർ തെളിയും. ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണ് വിളിച്ചെന്നുള്ളത് നിനക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് നിനക്ക് ബോധ്യമാവും. ആ ദേ കണ്ടോ, ഡാർജിലിംഗിന്നാ. വേഗം സംസാരിക്ക്. ഹലോ ഹലോ തുളസി, ഞാനാ. അതെ, നിങ്ങൾക്ക് സുഖാണോ? സുഖം തന്നെ. സുഖാണെന്നോ? ഓ, എന്റെ ജോലി കൊടുത്ത ക്ലൈമറ്റ് നന്നായിരിക്കുന്ന പറഞ്ഞേ. ആ, ഏത് നാട്ടിലാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഡൽഹിക്കാ പോണേന്ന്? ഓ, നിങ്ങൾ പറഞ്ഞിരുന്നു. നവീൻ അവിടെയുണ്ടോ? ആ, അവനെന്റെ അടുത്ത് തന്നെ നിൽക്കുക. ഒന്നവന് കൊടുത്തേ. അവനെ എക്സസൈസ് ചെയ്യാ. ആ, എനിക്ക് ജോലിക്ക് സമയമായി. ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ? ആ, ശരി ശരി. ആ തുളസി, ആരോഗ്യം ശ്രദ്ധിക്കണേ. ആ, ശരി. അതെ, അങ്ങേരവിടെ എന്ത് ചെയ്യാ? അങ്ങേരിവിടെ ജോലിയില്ല. നീ പറഞ്ഞ ശരിക്കും കേട്ടില്ലേ? ഓഹോ, എനിക്ക് നിന്നോട് സിമ്പതിയാ. സെന്റിമെന്റാ. അങ്ങേരവിടെ ഇപ്പൊ ഷൂട്ടിങ്ങിലാ. താങ്ക്സ്. അല്ല അതിരിക്കട്ടെ, ആ ഫോൺ വന്ന സ്ഥലം എവിടെ നിന്നാന്ന് നോക്കി. ആ, കോള് പോയിട്ടുണ്ട്, ചോദിക്ക്. ഹലോ, ഇത് ഏത് സ്ഥലമാ? ആ അതെ, ഇത് ഏത് സ്ഥലമാന്ന് ഹിന്ദിയിൽ ചോദിക്ക്. കോൺസാ ഗാവ് ഹേ? ഡാർജിലിംഗാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? ദാറ്റ് ഈസ് നവീൻ. ദയവ് ചെയ്ത് പറ, കൂടെയുള്ള പെണ്ണാരാ? പറഞ്ഞാൽ എനിക്കെന്താ തരിക? എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടായില്ല. അതെന്താണെന്ന് എന്നോട് തെളിച്ച് പറ. ഒരു പാക്കറ്റ് ചോക്ലേറ്റ്. കോമഡി വേണ്ട, എന്താണെന്ന് പറ. ഞാൻ പറയട്ടെ? പറഞ്ഞോ. എന്താ തരിക? അത് അന്നേരല്ലേ?
വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് വെച്ചാ പറ. ഓക്കെ ഓക്കെ, നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ. എന്ത് പറ്റി തുളസി? തൊടണ്ട, മാറി നിൽക്ക്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക്. ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം. ഒരുങ്ങി സുന്ദരിയായി നിൽക്കണം. ഓക്കെ, ബൈ. ഞാൻ വരുന്നത് കണ്ടില്ലേ? ഐ ആം സോറി. ഞാൻ മിസ്സിസ് ശ്രീധർ, നിങ്ങളുടെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന ആളുടെ ഭാര്യ. എനിക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എനിക്ക് ന്യായം കിട്ടണം. അല്ല, നിങ്ങളോ? ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നുവരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബിലീവ് മീ. അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളും കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി പോയിരിക്കുക. എന്ത്? അതെ. അല്ലല്ല, പ്രിയങ്ക അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിനായിട്ട് ബാംഗ്ലൂർ പോയിരിക്കുക. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ട് എന്റെ ഭർത്താവിനെയും കൂട്ടി ഒളിച്ചോടി പോയിരിക്കുക. ഇപ്പൊ അവർ ഡാർജിലിംഗിൽ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാ താൻ. നിങ്ങൾ ഒറ്റയൊരുത്തം കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ കാരണമാണോ നിങ്ങളുടെ ഭർത്താവ് പോയത്? അതൊന്നും എനിക്ക് അറിയണ്ട. പറ, ഇപ്പൊ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയോളല്ലേ? എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ അന്വേഷിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അവിടെ നിൽക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ വളരെ വൈകി. നടക്ക്. നോക്ക്, എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ തനിച്ചു പൊക്കോളൂ, ഞാൻ വരുന്നില്ല. മര്യാദയ്ക്ക് വിളിച്ച വരില്ല. നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ ഒരു വിധി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാനൊരു വക്കീലാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എന്താ തമാശ കാണിക്കണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കയ്യൊന്ന് വിടാൻ. നിങ്ങൾ ബലം കഴിച്ചുവിടൂ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. നിങ്ങളുടെ ഭർത്താവ് തെറ്റിയത് എന്നെയാണോ വിശ്വസിക്കുന്നത്? വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ബലം കഴിച്ചുവിടൂ. നിങ്ങൾ എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത്? പ്ലീസ്, നിങ്ങൾ എന്താ? ഞാനൊരു ലോയറാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് നോക്കാം. ശരി, അനുരാഗവിലോചിതനായി അതിലേറെ മോഹിതനായി ലാലലാലലാല. ഞാൻ എന്തായി കാണുന്നത്? മാറ, ഇതെല്ലാം നശിക്കില്ല. ഇടാ മാറാൻ. ഇടാ, എന്താടാ ഇത്? എന്റെ പൗഡർ, എന്റെ ഷർട്ട്, എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഈ പിള്ളേരെല്ലാം തകർത്തല്ല. അയ്യോ. എന്താണ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകുക. എപ്പോ തിരിച്ചു വരുമെന്നുള്ളത് എനിക്കേ അറിയില്ല. അതുകൊണ്ട് ഞാൻ വീടൊഴിയുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. നീ അതെടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ. ആൾ ദി ബെസ്റ്റ് എന്ന് തുളസി. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും?
ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഛെ